ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കരങ്ങൾ കൊണ്ട് ലെൻസ് വെക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ പവർ എന്ന് പറയുന്നത് -2.25. അപ്പോൾ നല്ല കമ്പനിയാണ്, എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള ബോഷ് ആൻഡ് ലോബാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. എൻ്റെ കോണ്ടാക്ട് ലെൻസിൻ്റെ സൊല്യൂഷൻ അക്വാ സോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം സ്വന്തം കൈകൊണ്ട് ആദ്യമായിട്ട് ലെൻസ് വെക്കാൻ പോവാണല്ലോ. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ക്യാമറയിൽ നോക്കിക്കൊണ്ട് എനിക്കിത് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ലെൻസ് വെക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ എൻ്റെ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം. 2 കൈയും സോപ്പിട്ട് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. ഒരു പൊടിയോ പൊട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങണം കേട്ടോ. തുണിയിലൊന്നും എടുത്ത് വെച്ച് തേച്ച് ഉണക്കരുത്, കാരണം ചിലപ്പോൾ ചെറിയ നൂലൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കണ്ണിൽ തട്ടും. അപ്പോൾ അതുകൊണ്ട് കണ്ണാടി പോലത്തെ ഒരു സാധനമാണ്. തറയിൽ പോയാൽ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെടും. അത് മാത്രമല്ല, തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ലെൻസ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് ഈ ലെൻസിനെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് തേച്ച് കൊടുക്കുക. കുറച്ച് സൊല്യൂഷൻ അതിനകത്ത് ഇറ്റിച്ച് കൊടുക്കുക. ഇറ്റിച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്നിങ്ങനെ സൈഡിലോട്ടും. ലെൻസ് വെക്കാൻ എടുക്കുമ്പോൾ ഇങ്ങനെ വേണം എടുക്കാൻ. ഇതാ കണ്ടോ, ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഒരു നടക്ക് പോകും തോന്നുന്നില്ല എൻ്റെ പൊന്നേ. ഇതിങ്ങനെ പോയാൽ ഒരു നടക്ക് പോകും തോന്നുന്നില്ല. ഞാനിത് കണ്ണാടിയുടെ അതോ അവിടെ കാണുന്ന കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒന്ന് വെച്ച് നോക്കിയിട്ട് വരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് നഗ്നസത്യം മനസ്സിലാക്കുന്നത്. ഞാൻ കണ്ണിൽ വെച്ചെന്ന് വിചാരിച്ച ലെൻസ് എൻ്റെ കവിളിലാണ് വന്നിരുന്നത്. അത് കണ്ണിന് വെളിയിൽ ചാടിയാലും ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിനകത്ത് ഇരിക്കുകയാണെന്നാണ്. എന്നിട്ട് ഞാനത് കണ്ണുനീരാണെന്ന് വിചാരിച്ച് ഞാൻ ലെൻസ് തുടച്ച് കളയുന്നൊരു രംഗം കൂടിയുണ്ട്. എടാ, ഞാൻ വെച്ചില്ലേ? അയ്യോ, എൻ്റെ കോണ്ടാക്ട് ലെൻസ് എവിടെ പോയി? അയ്യോ, കണ്ണിലില്ല. അത് അവിടെ എവിടെ പോയി? ഒരു മിനിറ്റ്. കണ്ടു കിട്ടി. എൻ്റെ കണ്ണിനകത്ത് വെച്ചതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വരുന്ന വഴിക്ക് അത് എവിടെയോ പോയി. എൻ്റെ ബെഡ്ഷീറ്റിലുണ്ടായിരുന്നു ഇത്. കണ്ണിലിരിക്കുന്നതിന് പകരം ബെഡ്ഷീറ്റിലോട്ടാണ് പോയത്. ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് ഒന്നും കൂടെ വെച്ച് നോക്കാം. ഇതൊരു കഷ്ടമാണ്. അയ്യോ, തട്ടുന്നു. പൊടി പോയി എൻ്റെ മുന്നേ. വീണ്ടും പൊടി പോയി, എനിക്ക് തട്ടുന്നുണ്ട്. ഒന്നൂടെ. ഇതെവിടെ കയറി ഇരിക്കുന്ന ഈ പൊടി? എൻ്റെ പിന്നെ വീണ്ടും ഒന്നും കൂടെ വെച്ചിട്ടുണ്ട്. ഇതെങ്കിലും ശരിയായാൽ മതിയായിരുന്നു. കുറച്ച് ടൈം എടുക്കും, കാരണം 2-3 പ്രാവശ്യം ഇട്ടിട്ട് തിരിച്ചെടുത്തുകൊണ്ട് ആ പൊടി പോയതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എനിക്കൊന്നും തട്ടുന്നില്ല. സോ ഐ തിങ്ക് കറക്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് ടൈം കൊടുക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാൻ. ഓക്കെ,
ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ. നിങ്ങൾ വെച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് വെക്കുന്ന കറക്റ്റ് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അത്രയും കണ്ണാടിയുടെ മുമ്പിൽ പോയി വെച്ചാലേ അത് ശരിയാവും. അപ്പോൾ അവിടെ ക്യാമറ വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തതൊക്കെ. ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിൽ വയ്ക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വേദന കൊണ്ട് കരയുകയാണെന്ന്. ഒരിക്കലുമല്ല. വേദന എന്ന് പറയുന്ന സാധനമേ ഇതിലില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിലോട്ട് നമ്മളൊരു സാധനം ആദ്യമായിട്ട് ഇങ്ങനെ നമ്മളെ കണ്ണിന് അടുത്തോട്ട് എന്തെങ്കിലും വരുമ്പോൾ തന്നെ നമുക്ക് അയ്യോ എന്ന് തോന്നൂലേ. അപ്പോൾ അതാണ്. ഈ കണ്ണ് കുറച്ച് സമയം എടുത്തു. കാരണം ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ട് വലിച്ചെടുക്കേണ്ടി വന്നു, പൊടി തട്ടിയ കാരണം. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് കുറച്ച് സമയം വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിന്നു. ഇത് പെട്ടെന്ന് നിന്നു. അതുകൊണ്ടോ കഴിഞ്ഞു, ഇനിയില്ല. ഫൈനലി ഞാൻ ലെൻസ് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കലങ്ങിയ കണ്ണാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. എടുക്കുന്നത് ഞാൻ നേരത്തെ ഒരെണ്ണം എടുത്ത് കാണിച്ചല്ലോ. അപ്പോൾ ഇനി ഞാൻ ഇത് വൈകിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇത് എടുക്കത്തുള്ളൂ. എല്ലാം നല്ലതായിരുന്നു. പക്ഷെ ആ ബെഡ്ഷീറ്റിൽ ആ ലെൻസ് പോയതാണ് എനിക്ക് വട്ടായി പോയത്. അതാണ് അതിൽ പൊടിയൊക്കെ പറ്റിയത്. അപ്പോൾ നിങ്ങൾ മാക്സിമം താഴെ പോവാതെ ശ്രദ്ധിച്ച് വെക്കാൻ നോക്കുക കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് ശരിയാവും. ഏതൊരു കാര്യവും നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മൾ ഇതാവത്തില്ല. നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് ഇതാവുന്നത്. അല്ല നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് അല്ലെങ്കിൽ മടിച്ച് മാറിയിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. നമ്മളെ സഹായിക്കാൻ ആരും വരത്തില്ല. അവനവന് വേണ്ടി അവനവൻ തന്നെ കഷ്ടപ്പെട്ടാലേ പറ്റും. കുറച്ച് കണ്ണെന്ന് വെള്ളമൊക്കെ പോവും. പക്ഷെ ടേക്ക് ദ റിസ്ക്. പിന്നെ വൃത്തി വേണം കേട്ടോ, നല്ല വൃത്തി വേണം. കയ്യിൽ നഖമൊന്നും വളർത്താതിരിക്കുക. കാരണം ഹൈജീൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ലെൻസ് വെക്കുന്ന ആൾക്കാർ. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ 2 കണ്ണും പെർഫെക്റ്റ് ആണ്. ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് ഓസം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഷാനു സെയിങ് ബൈ.